കാണിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പഴയതിനെ കുറ്റം പറയുന്നതാണ്. ഞാൻ പുതിയതായാൽ മാത്രം പോരില്ല, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ. അതിന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി പഴയതിനെ അങ്ങ് കുറ്റം പറയുക എന്നുള്ളതാണ്. ഞാൻ പുതുതായിട്ട് ഒന്നും മുന്നിലേക്ക് വെക്കുന്നില്ലെങ്കിലും പുതിയ ഒരാശയവും എനിക്ക് പറയാനില്ലെങ്കിലും പഴയതിനെ നിരന്തരമായി കുറ്റം പറയുക വഴി ഞാനൊരു പുതിയ ആളാണ് എന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് 30 വർഷം മുമ്പ് ഇറങ്ങിയ പടത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇപ്പം തപ്പുന്നത്. അല്ലെങ്കിൽ ഇതിന് സമയമുണ്ട് ഇഷ്ടം പോലെ. ഞാനൊരു സോഷ്യൽ വർക്കറാണ്, അതേപോലെ സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ച് വർഷമായിട്ട് കേട്ടുവരുന്ന ഒരു സംഭവമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ. അപ്പോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ അത് സിനിമയുടെ ആസ്വാദനത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നതായിട്ട് തോന്നുന്നു ഈ എല്ലാത്തിലും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ സിനിമകളൊന്നും എടുക്കുന്നത് ഓക്കെ, പക്ഷെ നമ്മൾ പഴയ സിനിമകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് തപ്പി ഇപ്പോ പോയിട്ട് പഴയ സിനിമകൾ മോശമാണെന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പോൾ വരാറുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞിട്ട്. അപ്പോ അന്നത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമ്മൾ കണക്കിലെടുക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ? നമ്മൾ പുതിയത് കാണിക്കുക, പുതിയതാണ് നമ്മളത് കാണിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പഴയതിനെ കുറ്റം പറയുന്നതാണ്. ഞാൻ പുതിയതായാൽ മാത്രം പോരില്ല, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ. അതിന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി പഴയതിനെ അങ്ങ് കുറ്റം പറയുക എന്നുള്ളതാണ്. ഞാൻ പുതുതായിട്ട് ഒന്നും മുന്നിലേക്ക് വെക്കുന്നില്ലെങ്കിലും പുതിയ ഒരാശയവും എനിക്ക് പറയാനില്ലെങ്കിലും പഴയതിനെ നിരന്തരമായി കുറ്റം പറയുക വഴി ഞാനൊരു പുതിയ ആളാണ് എന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് 30 വർഷം മുമ്പ് ഇറങ്ങിയ പടത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇപ്പം തപ്പുന്നത്. അല്ലെങ്കിൽ ഇതിന് സമയമുണ്ട് ഇഷ്ടം പോലെ. സ്ത്രീപക്ഷ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എടുത്ത് മടക്കി അലമാരിയിലോട്ട് വെച്ചിട്ടാണ് മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ആളുകൾ വളരെ ഉപാധികളോടുകൂടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. 100% ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, പഴയ സിനിമകൾ എടുത്ത് പൊളിറ്റിക്കൽ പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ ഈ പിള്ളേർക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ അവരുടെ താങ്കൾ പഴയ സിനിമകൾ കണ്ടിട്ടില്ലേ? അതിൽ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇപ്പം അറ്റ് പ്രസന്റ് ഈ സൊസൈറ്റിയിൽ പറഞ്ഞത് മോശമാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും? ഇല്ല, ഞാനൊരിക്കലും ഈ ചെയ്യുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല. കാരണം ഇപ്പോ എന്താണ് ആളുകൾ പറയുന്നത്, നാട്ടിൻമന്ത്രിന് മേലെ വെള്ളമൊഴിച്ച് എനിക്ക് തൊഴിക്കാൻ ഒരു പെണ്ണിനെ വേണമെന്നൊക്കെ മോഹൻലാൽ പറയുന്നുണ്ട്. പക്ഷെ അത്തരം ഒരു ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നു. അയാൾ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. 6 വർഷം ജയിലിൽ കിടന്ന് ക്രിമിനൽസിന് കിടന്നിട്ട് തിരിച്ചു വന്ന് പവിത്രനെ എടുത്ത് ചവിട്ടിക്കൂട്ടി അകത്തിട്ട ഒരാള് അത് വേറെ ഒന്നും പറയില്ല. പുള്ളിയുടെ പെർസ്പെക്റ്റീവ് അതല്ലേ പറയുന്നത്. അതെ, ഇത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പലരും ഇത് മോശമാണെന്നുള്ള രീതിയിൽ പലരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അവനോ സമയം കളഞ്ഞു അത് നോക്കിയിട്ട് നമ്മളിനെ അത് ചോദിച്ച് വീണ്ടും സമയം കളയേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിക്കുന്നത്. നോക്കിയവനോ സമയം കളഞ്ഞു. നിനക്ക് മൈക്ക് വേണ്ടോ? നീ ഒരു 10,000 വാട്സ് തൊണ്ടേ കൊണ്ട് നടക്കുന്ന ആളാണ്. ഞാൻ ആദ്യം നീ മൈക്ക് പറഞ്ഞതിനേക്കാൾ ക്ലിയർ ആയിട്ട് കേട്ടു. നീ അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ അത് കലക്കി. ഇത് ഗംഭീരായിട്ടുണ്ട്. എൻ്റെ ആ കാര്യത്തിലെ വ്യൂ കാലഘട്ടവുമായി ഏതൊരു കലാരൂപത്തിനും കാര്യമായ ബന്ധമുണ്ട്. ഇപ്പോ കുഞ്ചൻ നമ്പ്യാർ പുതുതായിട്ട് ഒരു കലാരൂപം അവിടെ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നതിനൊരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് ഇന്നൊരു കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നെങ്കിൽ അതേപോലെയുള്ള ഒരു കലാരൂപം അല്ല ഉണ്ടാക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് കിട്ടാവുന്ന ഓഡിയൻസ്, അവിടെ പറയുന്ന ആൾക്കാരുടെ ശബ്ദം എത്രത്തോളം ചെയ്യാം, ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള അപര്യാപ്തത, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. ടെക്നോളജിക്കലി എയ്ഡഡ് ആയിട്ടുള്ള അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതിന് മറ്റ് രൂപങ്ങളുണ്ട്. അപ്പൊ ഇന്നൊരു കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് ഫേസ് ചെയ്തിരുന്ന അവസ്ഥ അതിനൊരു മറുപടിയായിട്ട് അദ്ദേഹം ഒരു പക്ഷേ സൃഷ്ടിക്കുക നമ്മൾ ഈ കാണുന്ന തുള്ളലൊന്നും ആയിരിക്കില്ല, മറ്റു രീതിയിലുള്ള ഒരു കലാരൂപമായിരിക്കും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു റെലവൻസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ പറയുന്ന സമയത്തും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നോം എന്താണ് എന്നതിനെ കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രം അതിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നതാണ് നല്ലത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ശൈശവ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പരക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ ശൈശവ വിവാഹം ചെയ്തിരിക്കുന്നയാളാണ്. അന്നത്തെ നോം അതാണ്, അന്നത്തെ നാട്ടുനടപ്പ് അതാണ്. അതുകൊണ്ട് അത് അങ്ങനെയാണ്. അതിന്റെ പേരിൽ ഇന്ന് മഹാത്മാഗാന്ധിയെ കുറ്റം പറയുന്നത് കൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ചെയ്തിരിക്കുന്നത്, വളരെ ചെറിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ 30 വർഷം മുമ്പുള്ള സിനിമയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നത് പോലെ തുല്യമാണ്. വേറൊരു ഉദാഹരണം കൂടി പറയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് എന്ന് പറയുന്നത് വിവാഹപ്രായമാവുകയും
പുരുഷൻ 21 വയസ്സ് എന്നുള്ളത് വിവാഹപ്രായമാവുകയും വരുന്നു. ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ഒരു പുതിയ പ്രപ്പോസൽ കൊണ്ടുവരുന്നു. ഇതിനെ നമ്മൾ യൂണിഫോം ആക്കും, പുരുഷനും സ്ത്രീക്കും 21 വയസ്സ്. അപ്പൊ അത് കിക്കിൻ ചെയ്യുന്ന സമയം മുതൽ പിന്നീട് ഒരു 50 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കി. ഇന്ന് 18 വയസ്സിൽ കല്യാണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പുരോഗമനം പറയുന്ന എല്ലാവരും പോയി പങ്കെടുക്കും. അപ്പൊ അതിൽ 50 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 21 വയസ്സെന്ന പ്രായത്തിലാണ് വിവാഹം എന്നത് ഒരു നോമായി മാറിയതിനു ശേഷം അതെ 50 കൊല്ലം മുമ്പ് പിഷാരുടെയും പണിക്കരും അഭിലാഷ് പിള്ളയും എല്ലാം കൂടെ 18 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കല്യാണത്തിന് പങ്കെടുത്തു. യവന്മാരൊക്കെ എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ലാത്തവന്മാരാ എന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു വിധത്തിലുള്ള റെലവൻസും ഇല്ല. അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആണെങ്കിലും എന്തുമാണെങ്കിലും സമൂഹത്തിൽ നിലനിന്നിരുന്ന നോം എന്താണോ അതുമായി അതിന് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. നല്ല ഒരു സെഷൻ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, താരം എന്ന് നമ്മൾ വിളിക്കുന്നത് 2 തരത്തിലുള്ള ആൾക്കാരെയാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ആരെയും താരം എന്ന് വിളിക്കാറുണ്ട്. താരം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ സിൽവർ സ്ക്രീനിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെ, ചലച്ചിത്ര താരം, സിനിമാ താരം. അതേപോലെ ഇന്നലെ നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചു. സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരെയും കായിക താരം എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലാണെങ്കിലും സമൂഹത്തിനെ സ്വാധീനിക്കാനായിട്ടുള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി അവരിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് നടന്നിരുന്ന സിവിൽ വാർ ഇല്ലാതെയാക്കാൻ വേണ്ടി ഐവറി കോസ്റ്റിന്റെ ഫുട്ബോളറായിരുന്ന പഴയ ചെൽസി പ്ലെയർ ഡിഡിയർ ഡ്രോഗ്ബ ശ്രമിച്ചു വിജയിച്ചിട്ടുണ്ട്. രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപം നടക്കുന്നു. ആ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗത്തും നോർത്തും വെസ്റ്റും ഈസ്റ്റും എല്ലാം തമ്മിൽ വലിയ കലാപം. ആ കലാപം നടക്കുന്ന സമയത്ത് ലോകകപ്പിലേക്ക് 2006 ലോകകപ്പിൽ ഐവറി കോസ്റ്റിന് അവസാന ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മത്സരം കളിക്കുകയാണ്. എൻ്റെ ഓർമ്മ സുഡാനാണ് അവരുടെ എതിരാളി. ഒരു ഡ്രോ കിട്ടിയാൽ അവർ ക്വാളിഫൈഡ് ആണ്. അതേ സമയത്ത് തന്നെ എനിക്കൊന്ന് കാമറൂണും ഈജിപ്തും തമ്മിൽ ഒരു ലാസ്റ്റ് റൗണ്ട് മത്സരം കൂടി നടക്കുന്നു. ആ മത്സരത്തിൽ കാമറൂൺ ജയിക്കാതിരുന്നാൽ ഒരു സമനില കിട്ടി ഐവറി കോസ്റ്റിനെ ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഐവറി കോസ്റ്റ് മാനേജ് ചെയ്തു അവരുടെ കാര്യം. പക്ഷേ കാമറൂണും ഈജിപ്തും തമ്മിലുള്ള മത്സരത്തിൽ ഈജിപ്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. കളിയുടെ അവസാന നിമിഷമായി, രണ്ടും ഒരേ സമയത്ത് നടത്തുന്ന മത്സരമാണ്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാതിരിക്കുക. പക്ഷേ ഇഞ്ചുറി ടൈമും കാര്യങ്ങളും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ചില മത്സരങ്ങൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവസാനിക്കും. അപ്പോൾ ആ സമയത്ത് ഐവറി കോസ്റ്റിന്റെ മത്സരം അവസാനിക്കുന്നു, മറ്റേ മത്സരം തീരാൻ പോകുന്നതേ ഉള്ളൂ. ആ സമയത്ത് അവസാന മിനിറ്റിൽ ഈജിപ്തിന് ഒരു പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റി അവർ സ്കോർ ചെയ്ത്, ക്ഷമിക്കണം, കാമറൂൺ ആ പെനാൽറ്റി അവർ സ്കോർ ചെയ്ത് തുല്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഐവറി കോസ്റ്റിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഐവറി കോസ്റ്റിലുള്ള ആൾക്കാർ മുഴുവനും TV സ്ക്രീനുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന പെനാൽറ്റി കിക്ക്, കളിയുടെ അവസാന മിനിറ്റിൽ എടുക്കുന്ന പെനാൽറ്റി കിക്ക് പോസ്റ്റിൽ ഇടിച്ച് പുറത്തേക്ക് പോകുന്നു. ഇവിടെ സമനില മാനേജ് ചെയ്തിരിക്കുന്ന ഐവറി കോസ്റ്റ് ലോകകപ്പിന് ക്വാളിഫൈ. ആ നിമിഷത്തിൽ ഡിഡിയർ ഡ്രോഗ്ബ ചെയ്തത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് രാജ്യത്തിനോട് പറയുകയാണ്, നമ്മുടെ രാജ്യത്ത് ആൾക്കാർ ഇങ്ങനെ ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും കണക്കെ സിവിൽ വാറിലാണ്. പക്ഷെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? നമ്മുടെ രാജ്യം അത് ഒന്നിച്ചു നിൽക്കണം, അത് ജയിക്കണം, അത് ക്വാളിഫൈ ചെയ്യണം. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഐവറി കോസ്റ്റിലെ സിവിൽ വാർ ഇല്ലാതെയാവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്വാധീന ശക്തി ഒരു കായിക താരത്തിന്, അതേപോലെ തന്നെ ഒരു സിനിമാ താരത്തിന്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പല ചിന്തകളെയും ഏത് രീതിയിലാണ് സ്വാധീനിച്ചത്. ഇന്ന് ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ ഇത്രയും പേരെത്തുകയും ഈ വൈകിയ വേളയിൽ നിങ്ങളിവിടെ നിൽക്കുകയും ചെയ്യുന്നതിന് ചാലകശക്തി കൂടിയായി മാറിയിരിക്കുന്നത് മോഹൻലാൽ എന്ന മഹാനടന്റെ ഒരു സന്ദേശമാണ് എന്നുള്ളതും നിങ്ങളിൽ പലർക്കും അറിയാം. അപ്പോൾ ഒരു താരത്തിന്റെ അഭ്യർത്ഥനയാണ്. തിങ്ക് കേരള എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ പൊതുചിന്തകൾ വരുന്നുണ്ട്. ആ ചിന്തകളിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയുണ്ട്. അത് വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾ വരണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന. ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ലോകത്ത് കായിക താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കും മാത്രമാണ്. അങ്ങനെ പൊതുചിന്തകളുമായി പൊതു സമീപനങ്ങളുമായി നമ്മുടെ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിന്ന് നമ്മുടെ തലമുറകളെ, വരും തലമുറകളെ ഒക്കെ തന്നെ പ്രചോദിപ്പിക്കാൻ നിരന്തരമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയായി മാറാനും ശ്രീ രമേശ് പിഷാരടിക്കും ശ്രീ അഭിലാഷ് പിള്ളയ്ക്കും
ഫിലിം ഫ്രട്ടേണിറ്റിക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച വൈകിട്ട് ചെയ്യുന്നു. നന്ദി. താങ്ക് യു സർ. നമ്മളുടെ തിങ്ക് കേരളയുടെ ഒരു സ്നേഹോപഹാരം നൽകാൻ വേണ്ടി ക്ഷണിക്കുന്ന ഏറ്റുവാങ്ങാൻ വേണ്ടി രമേശ് പിഷാരടി സാറിനെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഒരു പേപ്പർ, ഒരു പ്രിന്റ് എത്തിയിട്ടുണ്ട്. അത് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ കാര്യങ്ങളാണ്. അത് ഗായത്രി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും.